നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ തെറിവിളിച്ച് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഹീറോയിസം കാണിച്ചതാണ്. പക്ഷേ പിണറായിക്ക് ഇപ്പോൾ പൂര തെറിവിളി അഭിഷേകമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ, അതോ കവല ചട്ടമ്പിയാണോ? ഇരിക്കുന്ന സ്ഥാനത്തോടെങ്കിലും അല്പം ബഹുമാനം കാണിക്കൂ എന്നാണ് സൈബറിടം കത്തുന്ന പ്രതിഷേധം. വിജയന് നട്ടപ്രാന്തിളകി, അതാണ് കണ്ണിൽ കാണുന്നവരെ മുഴുവൻ തെറിവിളിക്കാൻ മുട്ടി നിൽക്കുന്നത്. വലിയ വിമർശനം പിണറായിക്ക് നേരെ ഇപ്പോൾ ശക്തമാകുന്നു. കോൺഗ്രസിന്റെ പ്രചാരണത്തിന് വരുന്നവരൊക്കെ തുടർ ഭരണമില്ല, UDF അധികാരം പിടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് പിണറായിയെ വെറി പിടിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ പ്രചാരണം കൊഴുപ്പിക്കാൻ എത്തുന്നത് ദേശീയ നേതാക്കളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമൊക്കെയാണ്. തൊട്ടിപ്പുറത്ത് CPM-ന് ഒരു പിണറായി മാത്രം. എന്നാൽ ഉള്ള ഒരെണ്ണമാകട്ടെ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ സംവാദത്തിന് വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. നീ പോ മോനെ വിജയ എന്ന് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മോഹൻലാലിന്റെ ഒരു ഡയലോഗ് അനുകരിച്ചുകൊണ്ട് പിണറായി വിജയനെ രേവന്ത് റെഡ്ഡി വിമർശിച്ചിരുന്നു. നേമത്തെ സ്ഥാനാർത്ഥി KS ശബരിനാഥനൊപ്പം നടത്തിയ റോഡ് ഷോയിലായിരുന്നു ഈ വിമർശനം. പിണറായി വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. രേവന്ത് റെഡ്ഡി കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് താൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നും ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചുകൊണ്ട് പറഞ്ഞു. ശമ്പളവും പെൻഷനും നിരന്തരം മുടക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിനൊന്നും പഠിക്കാനില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി കൊടുത്തത്. കേരളത്തിൽ നിന്നും രേവന്ത് റെഡ്ഡിക്കാണ് ഭരണനിർവഹണത്തിന്റെ പാഠങ്ങൾ പഠിക്കാനുള്ളത്. ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. കേരളത്തിലെ വികസന നേട്ടങ്ങളെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും തമ്മിൽ വാക്പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചത്. തനിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തിങ്കളാഴ്ച പിണറായി വിജയന് കത്തയച്ചിരുന്നു. ഏപ്രിൽ 3-ന് X സന്ദേശത്തിലൂടെ പിണറായി നടത്തിയ ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി നൽകിയായിരുന്നു കത്ത്. ആരോപണത്തിൽ തികച്ചും കഴമ്പില്ലാത്തതാണെന്നും തെറ്റായ വിവരങ്ങളാണെന്നും റെഡ്ഡി കുറ്റപ്പെടുത്തി. പിന്നാലെയാണ് സിനിമാ ഡയലോഗ് പറഞ്ഞ് ഇരുവരും കത്തിക്കയറിയത്. ഒരു മുഖ്യമന്ത്രിയോട് അയൽ സംസ്ഥാനത്തെ മറ്റൊരു മുഖ്യമന്ത്രി കാണിക്കുന്ന മര്യാദ രേവന്ത് കാണിച്ചില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങ് തിരിച്ചു കാണിച്ചത് എന്താണ്? രേവന്ത് റെഡ്ഡി കാണിച്ചതിന്റെ സമാനമായ സ്വഭാവം തന്നെയാണ് നിങ്ങളും കാണിച്ചത്. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എന്തായാലും പറയാനില്ല. പരനാറി, കുലംകുത്തി, നികൃഷ്ട ജീവി, ചെറ്റത്തരം എല്ലാം കഴിഞ്ഞു. അടുത്തത് ഡാഷ് മോനെയാണ്. സത്യത്തിൽ ഈ പിണറായിക്ക് എന്താണ് പ്രശ്നം? സ്റ്റേറ്റ് മാറിയും തെറിവിളി. അധികാരം പോകുമെന്ന ഭയം പിണറായിയുടെ സമനില തെറ്റിച്ചിരിക്കുന്നു. അതാണ് ഈ വെപ്രാളത്തിന് കാരണമെന്ന് വലിയ ട്രോളുകൾ വരുന്നുണ്ട്. രേവന്ത് റെഡ്ഡിയും ഒട്ടും മര്യാദ കാണിച്ചില്ല എന്നതും നമ്മൾ കാണണം. നീ പോ മോനെ വിജയ എന്നൊക്കെ അർത്ഥമറിഞ്ഞിട്ട് തന്നെയാണോ രേവന്ത് റെഡ്ഡി പറഞ്ഞത്, അതോ കേരളത്തിലെ കോൺഗ്രസുകാർ പറഞ്ഞു കൊടുത്ത ഡയലോഗാണോ? ഇനി അതുമല്ല, രേവന്ത് റെഡ്ഡി കട്ട മോഹൻലാൽ ഫാൻ ആണോ എന്തോ. പക്ഷേ എന്തായാലും പിണറായി തിരിച്ചു പറഞ്ഞ ഭാഷയും ഒട്ടും നല്ലതല്ല. നീ പോ മോനെ രേവന്തേ എന്നായിരുന്നുവെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. വിമർശനത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് ഡാഷ് മോനെ എന്നാണ് തിരിച്ചടിച്ചത്. ആ ഡാഷിന്റെ അവിടെ എന്ത് വേണമെങ്കിലും പൂരിപ്പിക്കാമെന്ന്. ആ ഡാഷിന്റെ ഭാഗം പൂരിപ്പിക്കാൻ സൈബർ കമ്മിക്കൂട്ടമാണ് ഇറങ്ങിയത്. രേവന്തിന് നേരെ സൈബർ ആക്രമണമാണ് CPM വെട്ടുകിളിക്കൂട്ടം നടത്തുന്നത്. അടുത്ത കാലത്തായി തനി കവലച്ചട്ടമ്പി സ്റ്റൈലാണ് പിണറായി പുറത്തെടുക്കുന്നത്. മുഖ്യമന്ത്രിയാണെന്ന് മൂപ്പർ ഇടയ്ക്കിടെ മറന്നു പോകുന്നുണ്ട്. പൊതുവേദിയിലും അതുപോലെ തന്നെ സ്വന്തം പാർട്ടിക്കാർ പങ്കെടുക്കുന്ന വേദിയിലായാൽ പോലും അരിശത്തോടെ സംസാരിക്കുക, തെറി പറയുക, വീട്ടിൽ പോയി ചോദിക്കട എന്നൊക്കെ വിളിച്ചു കൂവുക, അങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിണറായിയുടെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും കണ്ട് ജനം മടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടി കിട്ടാൻ പോകുന്നത് CPM-നായിരിക്കും. കാരണം ജനങ്ങൾ CPM-ന്റെ നെഞ്ചത്തിട്ടായിരിക്കും കുത്താൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് തങ്ങൾക്ക് വോട്ടാകും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അവരുടെ കൈകളിലേക്ക് കൊണ്ട് അധികാരം വെച്ചുകൊടുക്കുന്ന സമീപനമാണ് പിണറായി സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ കുറച്ചൊന്നും മയപ്പെടണമെന്ന് പാർട്ടിക്കാർ ഇപ്പോൾ ഉപദേശിക്കുകയാണ്. പൊതുപരിപാടികളിലും മറ്റും പങ്കെടുക്കുമ്പോൾ വ്യക്തി അധിക്ഷേപങ്ങൾ ഒഴിവാക്കണം. പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തരുത്.
ജനങ്ങളുമായി ഇടപഴകണം, ജനകീയ നേതാക്കൾ എന്ന പ്രതീതി ഉണ്ടാക്കണം, വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശമാണ് പാർട്ടി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള കുത്തു തന്നെയാണ്. ഈ അടുത്ത കാലത്തായി പിണറായിയുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ വിവാദ പരാമർശങ്ങൾ മാത്രമാണ്. അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് CPM-ഉം. കോൺഗ്രസ് ഒരു വഴിക്കൂടെ അതിശക്തമായ പ്രവർത്തനം നടത്തി കളം നിറയുമ്പോൾ CPM-ന്റെ കയ്യിലിരിപ്പ് കൊണ്ട് പിണറായി ഉൾപ്പെടെ തെറിവിളി കേൾക്കുകയാണ്. CPM ആകട്ടെ PR-ഉം കൊണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള ക്യാപ്ഷൻ തന്നെ നോക്കാം. അതിൽ തന്നെ ധാർഷ്ട്യമാണ്. ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടടാ എന്നുള്ള അഹങ്കാര ലൈൻ. ഇതുകൂടാതെ ഒന്നാം സർക്കാരിന്റെ കാലം മുതൽ കേരളത്തിൽ നടന്ന പ്രതിസന്ധികൾ അത് കേരളം തരണം ചെയ്തത് ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു തള്ളിമറിക്കൽ. ജനം ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ഒരേ മനസ്സോടെ നിന്നാണ് ഊക്കിയും പ്രളയവും നിപ്പയും കോവിഡും ഒക്കെ നേരിട്ടത്, അതിജീവിച്ചത്. പക്ഷെ അതും സ്വന്തം ക്രെഡിറ്റിലാക്കുകയാണ് പിണറായി. തള്ളിമറിച്ചൊരു പോസ്റ്റ് പിണറായി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാകും ഇവിടെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു ഡയലോഗടിയാണ് പിണറായി നടത്തി വച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഓഖിയിൽ ഉലയാതെ നിന്ന കാലം, പ്രളയത്തിൽ ഒന്നിച്ചിറങ്ങിയ കാലം, നിപ്പയിൽ പൊരുതി നിന്ന കാലം, കോവിഡിനെ ഒന്നായി ചെറുത്ത കാലം, ഇങ്ങനെയാണ് തുടക്കം. സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ നേരിടാൻ നാം കാണിച്ച അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും ഐക്യത്തിന്റെയും പേരിലാണ് കേരളം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാകുന്നത്. ഓരോ പ്രതിസന്ധിയിലും നാം പരസ്പരം കൈപിടിച്ചു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവരിലേക്ക് സഹായം എത്തിച്ചവർ നമുക്കിടയിലുണ്ട്. സർക്കാരിന്റെ സന്നദ്ധ സേനയിൽ അണിനിരന്ന 3.5 ലക്ഷത്തോളം മനുഷ്യർ ആ വലിയ കരുതലിന്റെ അടയാളമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ നൽകിയ ഓരോ ചില്ലിക്കാശിലും നമ്മൾ പടുത്തുയർത്തിയ ഈ അതിജീവനത്തിന്റെ കരുത്തുണ്ട്. ഈ കരുതലും ഐക്യവുമാണ് കേരളത്തെ ഇന്നും തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്നത്. തളർന്നു പോകാവുന്ന സാഹചര്യത്തിലും നമ്മൾ പുഞ്ചിരിക്കുന്നത് നാം തനിച്ചല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. നാം ഒന്നിച്ചു നിന്നാൽ, പരസ്പരം താങ്ങായാൽ ലോകത്തിലെ ഏത് വലിയ വെല്ലുവിളിയെയും അതിജീവിക്കാമെന്ന വലിയ പാഠമാണ് കേരളം ഇന്ന് ലോകത്തിന് നൽകുന്നത്. ഈ ഐക്യം തുടരണം, ഈ കരുത്ത് തുടരണം, നമ്മൾ തുടരണം. അതായത് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ തുടരണം. അതിന് ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ, കേരളത്തെ പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ, കേരളത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് പിണറായി പറഞ്ഞു വെക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇതൊക്കെ സാധ്യമായത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാ പ്രതിസന്ധികളിലും ഇവിടെ ഒരുമിച്ച് നിന്നിട്ടുള്ള മാതൃക നമ്മൾ ലോകത്തിന് മുൻപ് ഇതിനു മുൻപും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഒരുപോലെ നിന്നിട്ടുണ്ട്, പ്രതിസന്ധികളിൽ കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മൾ ഒന്നായി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്, അല്ലാതെ അത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല. പക്ഷേ ഈ ദുരന്തങ്ങളെയും വോട്ടാക്കി മാറ്റുന്ന നെറികെട്ട രാഷ്ട്രീയമാണ് ഈ CPM-കാർ പുറത്തെടുക്കുന്നത്. അതിലാണ് വലിയ വിഷമം തോന്നിപ്പോകുന്നത്. പിണറായി കാലത്താണ് ഇങ്ങനെ ഒരു മനോഭാവം ഉടലെടുത്തത്. അതായത് ദുരന്തങ്ങൾ വന്നാലും അതും നമ്മൾ വോട്ടാക്കി മാറ്റണം എന്നുള്ള ഒരു തലം വന്നത്. അതിനു മുൻപും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇതിനിടെ വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് 2 നാൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ് 10 ചോദ്യങ്ങളാണ് തുറന്ന കത്തിലൂടെ വേണുഗോപാൽ ഉന്നയിക്കുന്നത്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ താങ്കൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലെ അജണ്ട എന്തായിരുന്നുവെന്നും അവിടെയാണോ ഡീൽ രൂപപ്പെട്ടതെന്നും വേണുഗോപാൽ ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ CPM BJP ഡീൽ ആരോപണം കടുപ്പിക്കുകയാണ് വേണുഗോപാലും. വേണുഗോപാലിന്റെ കത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ താങ്കളുടെ ഭരണത്തിന്റെ ബാക്കി പത്രമായി അവശേഷിപ്പിക്കുന്ന ഒരു പിടി ചോദ്യങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ. അതിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന 10 ചോദ്യങ്ങൾ ഈ തുറന്ന കത്തിലൂടെ ഉന്നയിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ താങ്കൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലെ അജണ്ട എന്തായിരുന്നു? അവിടെയാണോ ഡീൽ രൂപപ്പെട്ടത്? രണ്ടാമത്തെ ചോദ്യം, ഡൽഹിയിൽ കേരള ഹൗസിൽ ഇതേപോലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് താങ്കൾ പ്രഭാത ഭക്ഷണ വിരുന്ന് നൽകിയത് എന്ത് ഡീൽ ഉറപ്പിക്കാനായിരുന്നു? 3. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി താങ്കൾ ഡൽഹിയിൽ പലതവണ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്.
പക്ഷേ ഡൽഹിക്ക് പുറത്ത് താങ്കൾ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? എന്തിനായിരുന്നു അത്? അത് ഡീലിന്റെ ഭാഗമായിരുന്നു. 4. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെതിരെ CPIയുടെയും അവരുടെ മന്ത്രിമാരുടെയും പരസ്യ എതിർപ്പിനെ മറികടന്ന് BJPയുമായി ധാരണയിലെത്തി കരാറിൽ ഏർപ്പെട്ടത് എന്ത് ഡീലാണ്? സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വാശി പിടിച്ചത് ആരുടെ താൽപര്യം സംരക്ഷിക്കാൻ? ആരുടെ തടി രക്ഷപ്പെടുത്താൻ? BJPയുമായി രഹസ്യധാരണയിലെത്തിയ ശേഷം CPI സംസ്ഥാന നേതൃത്വത്തെ എന്തിനാണ് കബളിപ്പിച്ചത്? 5. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡ് വിഷയത്തിലും LDFിലെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ അതീവ രഹസ്യമായി ലേബർ കോഡിന് ചട്ടങ്ങൾ രൂപീകരിക്കുകയും നടപടികളുമായി മുൻപോട്ട് പോകുകയും ചെയ്തത് ആരെ പേടിച്ചാണ്? തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായ താങ്കൾ ലേബർ കോഡിന്റെ ചുവട് പിടിച്ച് തൊഴിലാളി യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കിയില്ലേ? ഇതാരെ തൃപ്തിപ്പെടുത്താനാണ്? 6. താങ്കൾ പ്രതിസ്ഥാനത്തുള്ള SNC ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിലെ വിചാരണ നടപടികൾ രാജ്യത്തിന്റെ നിയമ ചരിത്രത്തിൽ തന്നെ അത്ഭുതം സൃഷ്ടിച്ച് 40-ലേറെ തവണ മാറ്റിവെക്കുന്നതിന് കേന്ദ്ര സർക്കാർ വഴിയൊരുക്കുന്നത് താങ്കൾക്കുള്ള പാരിതോഷികമോ, ഡീലിന്റെ ബോണസോ? താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ആശയങ്ങളും നയങ്ങളും ബലി കൊടുത്തു. പ്രധാനമന്ത്രി മോദിയോട് അങ്ങേയറ്റം വിധേയത്വം കാട്ടുന്നത് കേസുകൾ ഒഴിവാക്കിയെടുത്ത് താങ്കളുടെ കുടുംബ താൽപര്യം സംരക്ഷിക്കാനല്ലേ? മോദി എന്ന് പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ താങ്കൾ പേടിക്കുന്നതും അതുകൊണ്ടല്ലേ? 7. കരിമണൽ മാസപ്പടി കേസിൽ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാരുമായി താങ്കൾ നടത്തിയ ഡീലിന്റെ വ്യവസ്ഥകൾ പുറത്ത് പറയാവുന്നവയാണോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPക്കായി കോടികൾ കൊണ്ടുവന്ന കൊടകര കുഴൽപ്പണക്കേസ് അട്ടിമറിക്കപ്പെട്ടതുമായി ഇതിന് ബന്ധമുണ്ടോ? താങ്കളുടെ മകനെതിരെ വന്ന ED നോട്ടീസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 8. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും പിന്നീട് അതിലൂടെ തൃശൂർ പൂരം അട്ടിമറിച്ച് തൃശൂർ ലോക്സഭാ സീറ്റിൽ BJPക്ക് വിജയിക്കാൻ സാഹചര്യം ഒരുക്കിയെന്നും ഗുരുതര ആരോപണം നേരിട്ട ADGP MR അജിത് കുമാറിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം? ആരുടെ താൽപര്യം സംരക്ഷിക്കാൻ? 9. തലസ്ഥാനത്തെ നക്ഷത്ര ഹോട്ടലിൽ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ താങ്കളും BJP നേതാക്കളും തമ്മിലുണ്ടാക്കിയ ധാരണ എന്താണ്? അതിന്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് വെളിപ്പെടുത്താൻ ആർജവമുണ്ടോ? 10. താങ്കളുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസുകളിൽ കേന്ദ്ര അന്വേഷണം പാതി വഴിയിൽ നിലച്ചുപോയത് ആരിടപെട്ടിട്ടാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്കെതിരെ താങ്കളുടെ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? BJPയുമായി ഡീലുണ്ടാക്കിയ ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ കമ്മീഷനെ നിയമിച്ചത്? ഇങ്ങനെ 10 ചോദ്യങ്ങളാണ് KC വേണുഗോപാൽ ചോദിച്ചിരിക്കുന്നത്. സംവാദം ഫേസ്ബുക്കിലൂടെ ആകാം എന്ന് പിണറായി VD സതീശന് മറുപടി കൊടുത്തല്ലോ. എന്തായാലും KC വേണുഗോപാൽ അയച്ച കത്തിന് പിണറായി മറുപടി കൊടുക്കുക. കേരളം അത് കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള വിഷയം അത് വലിയ വിവാദത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായിക്ക് നേരെ വിമർശനങ്ങൾ ശക്തമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രേവന്ത് റെഡ്ഡിക്ക് അതേ സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ കാണിച്ച ഈ ഒരു ധൈര്യം എന്തുകൊണ്ട് മോദിയുടെ കാര്യത്തിൽ താങ്കൾ കാണിക്കുന്നില്ല? ഇവിടെ കേരളത്തിൽ വന്നു നിന്നാണല്ലോ മോദി കേരളത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് സർക്കാരിന്റെ അറിവോടെയാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടും തിരിച്ചെന്തുകൊണ്ട് ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാതെ പോയി എന്നുള്ള ചോദ്യവും ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.